കഥകളിയുടെ ഉത്ഭവം 17-ാം നൂറ്റാണ്ട്. കേരളത്തിലെ തനത് കലാരൂപം, കലകളുടെ രാജാവ്, ഉദാത്ത നാട്യരൂപം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപം. കഥകളി ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിച്ച കലാരൂപം. കഥകളി. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം. കഥകളിയുടെ സാഹിത്യരൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ. കഥകളിക്കും ആട്ടക്കഥ സാഹിത്യത്തിനും ശാസ്ത്രീയമായ അടിത്തറ നൽകിയത് കോട്ടയത്ത് തമ്പുരാൻ. നളചരിതം ആട്ടക്കഥയെ മലയാള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. കഥകളിയിലെ വേഷങ്ങൾ 5. കഥകളിയിലെ മുദ്രകൾ 24. കഥകളി നടക്കുന്നത് ദേശവാസികളെ അറിയിക്കുന്ന ചടങ്ങ് കേളികൊട്ട്. കഥകളിയിലെ അവസാന ചടങ്ങ് ധനാശി. കഥകളി പിന്നണി സംഗീതത്തിൽ ചേങ്ങില കൊട്ടിപ്പാടുന്ന ഗായകൻ പൊന്നാനി. ദേശീയ കഥകളി ദിനം ഒക്ടോബർ 16. കഥകളി പുനരുജ്ജീവിപ്പിച്ച മഹാകവി വള്ളത്തോൾ. കഥകളിയുടെ ശുക്രദശ എന്നറിയപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ഉത്രം തിരുനാൾ. കഥകളിയിലെ കല്ലുവഴി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് കലാമണ്ഡലം രാമൻകുട്ടി നായർ. കഥകളിയിലെ കേളികൊട്ട് മുതലുള്ള പ്രധാന ചടങ്ങുകൾ അറിയപ്പെടുന്നത് അഷ്ടാംഗം. മലയാളത്തിലെ ഏക ശാസ്ത്രീയ നൃത്തകല മോഹിനിയാട്ടം. കഥകളിക്കൊപ്പം ക്ലാസിക്കൽ പദവി ലഭിച്ച കലാരൂപം മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൻ്റെ പുനരുജ്ജീവനത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് സ്വാതി തിരുനാൾ. ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉടലെടുത്ത കലാരൂപം മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതിയായ വ്യവഹാരമാല എഴുതി തയ്യാറാക്കിയത് മഴമംഗലം നാരായണൻ നമ്പൂതിരി. മോഹിനിയാട്ടത്തിലെ മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. സ്വാതി തിരുനാളിനു ശേഷം മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് കേരള കലാമണ്ഡലം. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതം. മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി വ്യവഹാരമാല. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. അടുത്തത് കലകളുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ്. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അഭിനയിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ അലിംഗം. രാമകഥാപാട്ട് രചിച്ചത് അയ്യപ്പിള്ള ആശാൻ. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോപിനാഥ്.
കുച്ചിപ്പുടി ഉത്ഭവിച്ചത് എവിടെ നിന്ന്? ആന്ധ്രാപ്രദേശ്. നാട്യശാസ്ത്രം രചിച്ചത്? ഭരതമുനി. കഥകളി വിജ്ഞാന കോശം രചിച്ചത്? അയ്മനം കൃഷ്ണ കൈമാൾ. കേരളത്തിലെ പ്രാചീന സംസ്കൃത നാടകവേദി? കൂടിയാട്ടം. സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ? ഭാർഗവൻ പിള്ള. അത്തച്ചമയവുമായി ബന്ധപ്പെട്ട സ്ഥലം? തൃപ്പൂണിത്തുറ.